ഇന്ന് നമ്മൾ വാങ്ങിയ കൊപ്പക്കായയിൽ ഒരെണ്ണം തൊലിയൊന്നും അത്ര ഭംഗിയില്ലാത്ത ടൈപ്പ് ഒരു കൊപ്പക്കായ ഉണ്ടായിരുന്നു. സാധാരണ രീതിയിൽ നമ്മൾ നല്ല ഭംഗിയുള്ള കൊപ്പക്കായ നോക്കിയിട്ടാണ് വാങ്ങാറ്. അപ്പോൾ ഇത് ഉള്ളിലെങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും ജസ്റ്റ് ചെത്തി നോക്കി. ആദ്യത്തെ തന്നെ നമുക്ക് മുറിച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല, കേടൊന്നും ഇപ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. അല്ല, നമ്മൾ ഓരോ ഭാഗത്ത് തൊലി കളഞ്ഞ് നോക്കുകയാണ്. ഇനി ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഇല്ലെങ്കിലും ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ വല്ല ചീഞ്ഞ പോലത്തെ അത് വരാം. അപ്പോൾ എല്ലാ തൊലിയും കളഞ്ഞപ്പോൾ നോക്കി നല്ല ഭംഗിയുള്ള റെഡ് പഴുത്ത് തുടുത്തിരിക്കുന്ന നല്ല കൊപ്പക്കായ, ഒരു ഭാഗത്ത് പോലും ഒരു ഇതില്ല. ഇനി സെൻറ്റർ മുറിച്ച് നോക്കുമ്പോഴോ അതിൻ്റെ ഉള്ളിൽ ഒറ്റ കുരുവില്ലാത്ത ടൈപ്പ് ഒരു കൊപ്പക്കായ. നമ്മൾ ഇത് മുറിക്കുമ്പോൾ വിചാരിക്കും അതിൻ്റെ ഉള്ളിൽ നിറച്ച് കറുത്ത കുരുക്കളുണ്ടായിരിക്കും, ഇനി അതൊക്കെ വൃത്തിയാക്കണം, എന്നിട്ടൊക്കെ നമുക്കിത് മുറിക്കാൻ പറ്റുള്ളൂ, എന്നിട്ടൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ സാധാരണ ഇതിൽ. പക്ഷേ ഇത് നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ ഉപരി ഒറ്റ കുരുവില്ലാത്ത ടൈപ്പ്. ചിലത് വാങ്ങുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇത് ഓരോന്നും പീസാക്കി മുറിക്കുകയാണ്. ആ പീസാക്കി മുറിച്ചതിന് ശേഷമാണ് നമുക്കിതിലത്തെ നമ്മളിനി ഇത് കാണുന്ന പോലെയല്ല ഈ ഭംഗിയും നിറവും ഇന്ന് നോക്കിയിട്ട് കാര്യമില്ല. ഇനി കഴിച്ച് നോക്കുമ്പോൾ മാത്രമേ ഇതിൽ മധുരം ഉണ്ടോ ഇല്ലയെന്ന് അറിയുള്ളൂ. അപ്പം ഒരു പീസ് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റിയും കൊപ്പക്കായാണ്, നല്ല മധുരം, അതുപോലെ തന്നെ നല്ല വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉള്ള നല്ലൊരു മധുരമുള്ള ഒരു കൊപ്പക്കായാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനീ പറയുന്നതിൻ്റെ ഇത് ടേസ്റ്റ് ഭയങ്കര ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മോളും കൂടി ഒരു കഷ്ണം എടുത്ത് കഴിക്കുകയാണ്. ഇത്ര നേരം അത് വലിയ കാര്യം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ കഴിച്ചേന്നില്ല. പക്ഷേ നമ്മൾ ഇരിക്കും തോറും വീണ്ടും ഓരോ കഷ്ണം എടുക്കാൻ, വീണ്ടും ഓരോന്ന് എടുക്കാൻ തോന്നുന്ന രീതിയിലുള്ള അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു കൊപ്പക്കായായിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ പുറമേ കാണുന്നത് പോലെയല്ല, എല്ലാ പുറമേ നല്ല ഭംഗിയുള്ള തൊലിയുള്ള ടൈപ്പ് നോക്കി വാങ്ങിയാലും നമുക്ക് ഒരിക്കലും ഇതുപോലെ മധുരം കിട്ടണമെന്നോ ടേസ്റ്റ് കിട്ടണമെന്നോ ഇല്ല. പക്ഷെ ഒരെണ്ണം ഇത്തിരി വ്യത്യസ്തത്തിൽ വാങ്ങിയത് മുറിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല എഫക്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ പുറമേ കാണുന്നത് പോലെയല്ല ഒന്നും, അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ ആണെങ്കിലല്ലേ നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. മുറിച്ച് നോക്കി തിന്നുമ്പോഴാണ് നമ്മളതിൻ്റെ യഥാർത്ഥ വിവരം അറിയുള്ളൂ. അപ്പോൾ ഈ കൊപ്പക്കായ നല്ല ടേസ്റ്റുള്ളതായിരുന്നു. അപ്പോൾ താങ്ക് യു, ഈ വീഡിയോ വാച്ച് ചെയ്തതിൽ താങ്ക് യു.